ഹലോ, എല്ലാവർക്കും ഇവോറ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഹാൻഡ് എംബ്രോയിഡറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഈ വീഡിയോയിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഹാൻഡ് എംബ്രോയിഡറി സ്റ്റിച്ചസ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തേത് റണ്ണിങ് സ്റ്റിച്ച്. അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചാണ്. ഞാൻ ചെയ്യുന്നത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അടുത്തത് ബാക്ക് സ്റ്റിച്ച്. ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് കുറച്ച് മാറിയിട്ട് വേണം സൂചി ആദ്യം കുത്താൻ, എന്നിട്ട് പിറകിലോട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിന് ബാക്ക് സ്റ്റിച്ച് എന്ന് പേര് വന്നത്. അടുത്തത് വിപ്ഡ് ബാക്ക് സ്റ്റിച്ചാണ്. ഇതിന് ആദ്യം നമ്മൾ ഇപ്പം ചെയ്ത പോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇത് ഡബിൾ കളറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആദ്യം സൂചി ഒന്ന് കുത്തിയെടുക്കുക. അതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ചെയ്ത ഓരോ സ്റ്റിച്ചിനകത്തും കൂടി ഈ നൂല് ചുറ്റിയെടുക്കുക. അടുത്തത് ചെയിൻ സ്റ്റിച്ചാണ്. ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ആദ്യം സൂചി തുണിയുടെ അടിയിലേക്കൂടി ഒന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം ഈ പോയിന്റിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഒന്നുകൂടി സൂചി കുത്തിയിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ട് വീണ്ടും സൂചി കുത്തിയെടുത്ത് സൂചിക്ക് ചുറ്റുമായി ആ നൂലൊന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ നമുക്കൊരു ചെയിൻ കിട്ടും. ഇനി വീണ്ടും ഈ ചെയിനിൻ്റെ ഉള്ളിലേക്കൂടെ സൂചി കുത്തി ഒന്നും കൂടി കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ച് കുത്തിയെടുത്ത് നൂല് ചുറ്റിയെടുത്താൽ അടുത്ത ചെയിൻ കിട്ടും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സൂചി താഴത്തോട്ട് കുത്തി ഇറക്കി താഴെ കെട്ടിട്ട് നിർത്തണം. ഇതുപോലെ ഏത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ തുണിയുടെ അടിയിൽ കെട്ടിട്ടിട്ട് നിർത്തണം, അല്ലെങ്കിൽ നൂലൊക്കെ ലൂസായി പോകും. അടുത്തത് കേബിൾ ചെയിൻ സ്റ്റിച്ചാണ്. ഇത് ചെയ്യാൻ ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് തന്നെ ചെയ്യുക. എന്നിട്ട് സൂചിയിൽ നൂലൊന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് അടുത്ത ചെയിൻ ചെയ്യുക. വീണ്ടും സൂചിയിൽ നൂലൊന്ന് ചുറ്റിയെടുക്കുക, അടുത്ത ചെയിൻ ചെയ്യുക. ഈ ചെയിൻ സ്റ്റിച്ചും കേബിൾ ചെയിൻ സ്റ്റിച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ചെയിൻ സ്റ്റിച്ചിൽ സൂചി ചെയിനിൻ്റെ അകത്ത് തന്നെ കുത്തിയെടുക്കും. ഈ കേബിൾ ചെയിൻ സ്റ്റിച്ചിൽ സൂചി ചെയിനിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് കുത്തിയെടുക്കുന്നത്.
അടുത്തത് സ്റ്റെം സ്റ്റിച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അടുത്തത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. ഇത് വളരെ സിമ്പിളായൊരു സ്റ്റിച്ചാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മൾ ബ്ലാങ്കറ്റിൻ്റെ ഒക്കെ സൈഡിൽ സ്റ്റിച്ച് ചെയ്യാൻ ഈ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഫെദർ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അതിനാദ്യം ഇതുപോലെ 3 ലൈൻസ് വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ചെയ്യാൻ. അടുത്തത് സാറ്റിൻ സ്റ്റിച്ചാണ്. ഇത് വളരെ ഈസിയാണ് ചെയ്യാൻ. 2 സൈഡിലും ഇതുപോലെ വരച്ചിട്ട് നമ്മൾ മാറി മാറി 2 സൈഡിലും കുത്തി ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇത് സാധാരണ ഫില്ലിങ് സ്റ്റിച്ചസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഫ്ലവർ, സ്റ്റെം അങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ. അവസാനമായിട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് നോട്ടാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം സൂചി തുണിയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് ആ സൂചിയിൽ തന്നെ നൂല് 2 പ്രാവശ്യവും ചുറ്റിയിട്ട് തൊട്ടടുത്ത പോയിന്റിൽ കുത്തി താഴത്തോട്ടേക്ക് എടുക്കുക. താഴത്തോട്ടേക്ക് വലിക്കുമ്പോൾ അധിക ശക്തിയിൽ വലിക്കരുത്. വലിച്ചു കഴിഞ്ഞാൽ ആ നമ്മളിട്ട ഫ്രഞ്ച് നോട്ട് അഴിഞ്ഞു പോകും. അങ്ങനെ നമ്മൾ ബേസിക് ആയിട്ടുള്ള 10 എംബ്രോയ്ഡറി സ്റ്റിച്ചസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഇനി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.